നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട ലോക വാർത്തകൾ പരിശോധിക്കാം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആദ്യ ദിന ചർച്ച മസ്കറ്റിൽ അവസാനിച്ചതിന് പിന്നാലെ ശുഭസൂചനയാണ് പുറത്തേക്ക് വരുന്നത്. ചർച്ചയെക്കുറിച്ചുള്ള ആദ്യ വിവരം പുറത്തുവിട്ട ഇറാനാണ് ശുഭസൂചന നൽകിയത്. അമേരിക്കയുമായുള്ള ചർച്ച പോസിറ്റീവ് എന്നാണ് ഇറാന്റെ ആദ്യ പ്രതികരണം. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ധാരണയിൽ എത്താനാകുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ചർച്ചകൾ തുടരുമെന്നും ഇറാനിയൻ പ്രതിനിധികൾ അറിയിച്ചിട്ടുണ്ട്. ആദ്യദിന ചർച്ചകൾക്ക് ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയുടെ നേതൃത്വത്തിലുള്ള ഇറാനിയൻ പ്രതിനിധി സംഘം മടങ്ങിയിട്ടുണ്ട്. പൊതു താൽപര്യം സംരക്ഷിച്ചുള്ള നിലപാടാണ് ഇറാന്റേതെന്നാണ് ചർച്ചകൾക്ക് മുന്നേ അബ്ബാസ് അരക്ചി പറഞ്ഞത്. അമേരിക്കയുമായുള്ള ആണവ ചർച്ചകളിലേക്ക് ഇറാൻ കടക്കുന്നതിന് മുന്നേ തന്നെ രാജ്യത്തിന്റെ നിലപാട് പ്രഖ്യാപിച്ച് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനയി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. അമേരിക്കയുടെ ഭീഷണിക്ക് ഇറാൻ വഴങ്ങില്ലെന്ന നിലപാട് ഖംനയിയുടെ മുഖ്യ ഉപദേഷ്ടാവാണ് അറിയിച്ചത്. ആണവ ചർച്ചയിൽ വിട്ടുവീഴ്ചയില്ലെന്നും എന്ത് വന്നാലും സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ വിട്ടു നൽകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആണവ ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി ആണവ ചർച്ചകൾ ഇക്കാര്യം മുൻനിർത്തിയുള്ള നിലപാടാകും ഇറാൻ സ്വീകരിക്കുക. അതേസമയം ഏറെ കാലത്തെ നയതന്ത്ര പ്രതിസന്ധികൾക്ക് ശേഷം നടന്ന ഈ കൂടിക്കാഴ്ചയെ അന്താരാഷ്ട്ര സമൂഹം വലിയ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. രണ്ടാമത്തെ ആണവ ചർച്ച അടുത്ത ആഴ്ച നടക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. കരാർ രൂപപ്പെടുത്തിയില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമെന്നും ഇറാന് ട്രംപിന്റെ മുന്നറിയിപ്പുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും നാളെയുമായി മലേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുകയാണ്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനമുള്ളത്. പ്രധാനമന്ത്രി മോദിയുടെ മൂന്നാമത്തെ മലേഷ്യൻ സന്ദർശനമാണിത്. 2024 ഓഗസ്റ്റിൽ ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള ബന്ധം സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനവുമാണിത്. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പായി ഈ സന്ദർശനത്തെ വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചിട്ടുണ്ട്. 4 വർഷത്തിന് ശേഷം US റഷ്യ സൈനികതല ചർച്ച പുനരാരംഭിക്കാൻ തീരുമാനമുണ്ടായിരിക്കുകയാണ്. അബുദാബിയിൽ നടന്ന റഷ്യ യുക്രൈൻ ചർച്ചയിൽ കാര്യമായ പുരോഗതി കൈവന്ന സാഹചര്യത്തിലാണ് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ സൈനിക ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചത്. 2021 അവസാനമായി സൈനിക ചർച്ച നടന്നത്. 2022 റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തോടെ ചർച്ചയിൽ നിന്ന് US പിൻവാങ്ങുകയായിരുന്നു. റഷ്യ US ആണവായുധ നിർവ്യാപന കരാറിന്റെ കാലാവധി കഴിഞ്ഞ ദിവസം അവസാനിച്ച പശ്ചാത്തലത്തിൽ UN അടക്കമുള്ള സംഘടനകളും ലോകരാജ്യങ്ങളും പ്രകടിപ്പിച്ച ആശങ്കകൾക്ക് അയവ് വരുത്തുന്നതാണ് പുതിയ തീരുമാനം. അതിനിടെ ഇനി ചൈനയ്ക്കെതിരെ ആരോപണവുമായി അമേരിക്ക രംഗത്തെത്തിയിട്ടുണ്ട്. ചൈന രഹസ്യമായി ആണവ പരീക്ഷണങ്ങൾ നടത്തുകയാണെന്നും ആയുധ ശേഖരം വൻതോതിൽ വർദ്ധിപ്പിക്കുകയാണെന്നാണ് അമേരിക്കയുടെ ആരോപണം. റഷ്യയെയും ചൈനയെയും ഉൾപ്പെടുത്തി പുതിയൊരു ത്രികക്ഷി ആണവ കരാർ രൂപീകരിക്കണമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2020 ജൂണിൽ ചൈന രഹസ്യമായി ആണവ പരീക്ഷണം നടത്തിയതായും ഇത് അന്താരാഷ്ട്ര ഉടമ്പടികളുടെ ലംഘനമാണെന്നും അമേരിക്കൻ പ്രതിനിധി തോമസ് ഡിനാനോ ആരോപിച്ചിട്ടുണ്ട്. ഇത്തരം പരീക്ഷണങ്ങൾ ഉടമ്പടികളുടെ ലംഘനമാണെന്ന് ചൈനയ്ക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ചൈന അത് മൂടിവെക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ആരോപണങ്ങളെ എന്നാൽ ചൈനീസ് അംബാസിഡർ ഷെൻ ജിയാൻ ശക്തമായി എതിർത്തിട്ടുണ്ട്. അമേരിക്കയും റഷ്യയും തമ്മിലുണ്ടായിരുന്ന അവസാനത്തെ ആണവായുധ നിയന്ത്രണ കരാറായ ന്യൂ സ്റ്റാർട്ട് കാലാവധി അവസാനിച്ചിട്ടുണ്ട്. ഇതോടെ ആഗോളതലത്തിൽ പുതിയൊരു ആയുധ മത്സരത്തിന് തുടക്കമാകുമോ എന്ന ആശങ്ക ആഗോളതലത്തിൽ ഉയരുന്നുമുണ്ട്. ഇനി പാകിസ്ഥാനിലേക്കാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും പാകിസ്ഥാൻ സേനയും തമ്മിൽ നടന്ന വലിയ ഏറ്റുമുട്ടലിന് പിന്നാലെ രാജ്യത്തെ ഞെട്ടിച്ച ഒരു ചാവേർ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ഇസ്ലാമാബാദിൽ. വെള്ളിയാഴ്ച പള്ളിയിലുണ്ടായിരുന്ന ചാവേർ സ്ഫോടനത്തിൽ 31 പേർ കൊല്ലപ്പെടുകയും 169 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ ഭരണകൂടമാണ് ഈ കാര്യം പുറത്തറിയിച്ചത്. തർലായിൽ ഏരിയയിലെ ഇമാം ബർഗ ഖദീജ അൽ കുബ്രയിലാണ് സ്ഫോടനമുണ്ടായത്. പരവതാനി വിരിച്ച തറയിൽ മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇസ്ലാമാബാദിൽ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ സ്ഫോടനമാണിത്. സ്ഫോടനത്തെ അപലപിച്ച് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രംഗത്തെത്തിയിട്ടുണ്ട്. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ നഗരത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യയാണെന്ന ആരോപണവുമായി എത്തിയിരുന്നു പാകിസ്ഥാൻ. എന്നാൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന പാകിസ്ഥാന്റെ ആരോപണം തള്ളി വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിട്ടുണ്ട്.
ഇനി നമുക്കറിയാം ട്രംപ് അദ്ദേഹം ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചത് താനാണെന്ന അവകാശവാദം നിരന്തരം ഉന്നയിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചത് തന്റെ ഇടപെടലാണെന്ന അവകാശവാദം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിനകം ഒരു 100 തവണയെങ്കിലും ട്രംപ് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട്. വ്യാഴാഴ്ച 2 തവണയാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വാഷിംഗ്ടണിൽ നാഷണൽ പ്രയർ ബ്രേക്ക്ഫാസ്റ്റിൽ സംസാരിക്കുമ്പോഴായിരുന്നു ആദ്യമായി ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. ഒരു വർഷത്തിനിടെ 8 യുദ്ധങ്ങൾ എനിക്ക് അവസാനിപ്പിക്കാനായി എന്നാണ് ട്രംപ് ഇന്ത്യ പാക് സംഘർഷം അദ്ദേഹം ആദ്യം പരാമർശിച്ചത്. ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും സമാനമായ കാര്യം ഇദ്ദേഹം ഉന്നയിച്ചു. നമുക്കറിയാം കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീൻ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നതോടെ നിരവധി പ്രമുഖർക്കാണ് ഇത് തലവേദനയായി മാറിയിരിക്കുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിനാണ് എപ്സ്റ്റീൻ ഫയൽ തലവേദനയായി മാറിയിരിക്കുന്നത്. രേഖകളിൽ സ്റ്റാർമറിന്റെ പേര് പരാമർശിക്കുന്നില്ലെങ്കിലും അദ്ദേഹം ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. സ്റ്റാർമറുടെ അടുപ്പക്കാരനും ലേബർ പാർട്ടിയിലെ ഉന്നതനുമായ പീറ്റർ മണ്ടേൽസിന്റെ പേര് എപ്സ്റ്റീൻ രേഖകളിൽ വന്നതാണ് സ്റ്റാർമർക്ക് ഇപ്പോൾ തലവേദനയായി മാറിയിരിക്കുന്നത്. യുഎസിലെ മുൻ ബ്രിട്ടീഷ് അംബാസിഡറായിരുന്ന മുണ്ടേൽസൺ 2024-ൽ മുണ്ടേൽസനെ എന്തിന് യുഎസിലെ അംബാസിഡറായി നിയോഗിച്ചു എന്ന ചോദ്യമാണ് ഇപ്പോൾ സ്റ്റാർമർക്ക് നേരെ ഉയരുന്നത്. മണ്ടേൽസന് എപ്സ്റ്റീനുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് സ്റ്റാർമർക്ക് അറിയാമായിരുന്നു, എന്നിട്ടും ഇദ്ദേഹത്തെ അംബാസിഡറായി നിയമിച്ചു എന്നാണ് ഇപ്പോൾ വിമർശനം വരുന്നത്. എന്നാൽ താൻ മണ്ടേൽസന്റെ വാക്കുകൾ വിശ്വസിച്ചു പോയി എന്നാണ് സ്റ്റാർമറുടെ വാദം. പരിചയമുള്ള കുറേ ആളുകളിൽ ഒരാൾ എന്ന നിലയിൽ മാത്രമാണ് എപ്സ്റ്റീനുമായി തനിക്കുള്ള ബന്ധമെന്നായിരുന്നു മണ്ടേൽസൺ അന്ന് സ്റ്റാർമറെ ധരിപ്പിച്ചിരിക്കുന്നത്. അവർ നടത്തിയ സാമ്പത്തിക ഇടപാടുകളും മറ്റും അറിയില്ലായിരുന്നുവെന്നും സ്റ്റാർമർ പറയുന്നുണ്ട്. ലബനാൻ ജയിലുകളിലുള്ള 300 സിറിയൻ തടവുകാരെ തിരിച്ചയക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച ബറൂത്തിൽ നടന്ന ചടങ്ങിൽ ലബനാൻ ഉപപ്രധാനമന്ത്രി താരിഖ് മിത്രിയും സിറിയൻ നീതിന്യായ മന്ത്രി മസർ അൽ വൈസുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. തടവുകാരെ കൈമാറുന്നത് സംബന്ധിച്ച കരാർ കഴിഞ്ഞയാഴ്ച ലബനാൻ മന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. ശനിയാഴ്ച മുതൽ തടവുകാരെ സിറിയയിലേക്ക് മാറ്റി തുടങ്ങും. ഇവർ ബാക്കിയുള്ള ശിക്ഷാ കാലാവധി നാട്ടിലെ ജയിലുകളിൽ പൂർത്തിയാക്കും. ഇത് തുടക്കം മാത്രമാണെന്നും വിചാരണ കാത്തുനിൽക്കുന്ന മറ്റ് സിറിയൻ തടവുകാരുടെ കാര്യങ്ങളിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വലിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാത്ത തടവുകാരെയാണ് ആദ്യഘട്ടത്തിൽ മാറ്റുന്നത്. കഠിന കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവർ 7.5 വർഷമെങ്കിലും ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ വിട്ടു നൽകൂ.